ഈ ലോകത്തിലെ നമുക്കെല്ലാവർക്കും ആഗ്രഹം ഏറ്റവും സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ സന്തോഷത്തോടെ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. ആഹ്ലാദം എന്ന് പറയുന്നത് നൈമിഷികമാണ്. എന്നാൽ സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അതൊരു ആന്തരിക ഭാവമാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താനുള്ള മാർഗം നമ്മൾ അന്വേഷിക്കണം. എല്ലാ ദിവസവും സന്തോഷത്തോടെ കഴിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ ലോകത്തിൽ 100 വർഷക്കാലം ജീവിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന KP കേശവമേനോൻ. KP കേശവമേനോൻ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നാം മുന്നോട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, മനസ്സിൻ്റെ ശാന്തിയും ഹൃദയത്തിലെ സമാധാനവുമാണ് നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയും. അതുപോലെ ലോകപ്രശസ്ത പ്രഭാഷകയായ ജോയ്സ് മേയർ പറയുന്നു, നമുക്ക് വൈകാരികമായൊരു സന്തുലിതാവസ്ഥ പ്രാപിക്കാമെങ്കിൽ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒഴിവാക്കി വൈകാരികമായൊരു സന്തുലിതാവസ്ഥ പ്രാപിക്കാമെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം എന്ന് പറയുന്നു. എന്തായാലും ഇന്നത്തെ ലോകത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമയായി മാറിയിട്ടുണ്ട്. ആ നിലയ്ക്ക് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഒന്നാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കണം. പലർക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഉള്ളത് പോരല്ലോ, എൻ്റെ കുഴപ്പങ്ങൾ ഇന്നതൊക്കെയാണല്ലോ എന്നൊക്കെയുള്ള ചിന്തകളാണ്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിക്കളയുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ് നമ്മൾ കമ്പയർ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊണ്ടു നടക്കുന്ന ഒരു ദുസ്വഭാവമാണ്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് കുറച്ചിൽ തോന്നും, നമുക്കുള്ളത് കുറച്ച് കുറവല്ലെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. മൂന്നാമതായിട്ട് അത് നമുക്ക് പലർക്കും ഉള്ളൊരു ദോഷമാണ്, നമ്മൾ കംപ്ലയിൻറ്റ്സ് പറയുക, പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് പരിഭവങ്ങളാണ് എപ്പോഴും. നമ്മൾ ഓർത്ത് വയ്ക്കുക, നമുക്കുള്ളത് മതി, കിട്ടിയത് മതി, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമതായിട്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യമുണ്ടായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ പറയണം, ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ലക്ഷ്യം എന്താണ്. അങ്ങനെ ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇതിനോട് ഒത്തുചേർന്ന മറ്റൊരു മനോഭാവമാണ് ദാറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. എത്രയോ പേരുടെ സഹായം കൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ നേട്ടങ്ങൾ പലരുടെയും സംഭാവനകൾ മൂലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അവിടെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ, എനിക്കിന്നൊരു പ്രഭാതം കിട്ടിയല്ലോ, എനിക്കിന്ന് ഒരു പുതിയ പ്രഭാതം കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മനോഭാവം, നന്ദിയുടെ ഒരു മനോഭാവം ഉണ്ടായിരിക്കേണ്ടത് നല്ലൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ആറാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം എപ്പോഴും തേടേണ്ട ആവശ്യമില്ല. വാലിഡേഷൻ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ, നമുക്കെല്ലാവരുടെയും അംഗീകാരം വേണമെന്നുള്ളൊരു വാശി, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കഴിവുള്ളിടത്തോളം ഭംഗിയായിട്ട് ചെയ്യുക, സ്വയമായി വിശ്വസിക്കുക, കൊള്ളാം എന്ന് നമ്മൾ തന്നെ അഭിപ്രായപ്പെടുക, അത് മതി. അതല്ലാതെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ 6 കൂട്ടം കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം. നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ലൈഫ് ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ മൊമെൻറ്റ്സ്. ജീവിതം കൊച്ചു കൊച്ചു നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നമ്മൾ വെറുതെ കളയരുത്. കഴിവുള്ളിടത്തോളം സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം. സന്തോഷം ആയുസ് കൂട്ടിത്തരും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നല്ല മനോഭാവം, പോസിറ്റീവായിട്ടുള്ള മനോഭാവം, സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന പക്ഷം നമുക്ക് ആയുസ് കൂട്ടിക്കിട്ടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവസാനമായിട്ട് നമ്മൾ മാത്രമല്ല സന്തോഷിക്കേണ്ടത്,
മറ്റുള്ളവരെയും കൂടി നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം വലിയൊരു നേട്ടമാണ്. ഹാവ് എ സ്മൈൽ ഓൾവേസ് ഓൺ യുവർ ഫേസ്. എപ്പോഴും പുഞ്ചിരിക്കുക. ആ പുഞ്ചിരി ഒരു സന്ദേശമാണ്. ഞാനും നിങ്ങളും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാം എന്നുള്ള ആ ഒരു ആശയം, ഒരാശംസ ആ ചിരിയിലുണ്ട്.